ചാനൽ. സോ ഇന്ന് ഞാൻ എവിടെയാണെന്ന് വെച്ചാൽ ഗോൾവേ ആണ്. സോ ഗോൾവേയിൽ ഞങ്ങളിപ്പോൾ ബീച്ചിലാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബീച്ചിൽ ബോട്ടിൽ കയറാൻ പോകുകയാണ്. ഇവിടെ ബോട്ടിൻ്റെ സെറ്റപ്പാണ്. സോ ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോകുകയാണ്. ഇതാണ് ഗായ്സ് ബീച്ച്. ബോട്ടൊക്കെയാണ്, കണ്ടില്ലേ, കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഗൈസ് പടി കാരണം ഞങ്ങളിവിടെ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അവർ പറഞ്ഞത് ഇവിടെ കുട്ടികൾക്കുള്ള സമ്മർ ക്യാമ്പ് പോലെ ക്യാമ്പായിട്ട് ട്രെയിനിങ്ങിൻ്റെ ക്യാമ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്തായാലും കയറാൻ പറ്റില്ല, കാരണം ഞാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഒന്നും കൊടുത്തിട്ടില്ല. സോ കയറാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നല്ലൊരു ഇതിലേക്ക് പോയാലോ എന്ന്. നമുക്ക് പോവാമെന്ന് നോക്കാം. അപ്പോൾ ബായ്. അപ്പോൾ ഗൈസ് ആ സ്ഥലത്ത് തന്നെ ഞങ്ങൾക്ക് വേറെയൊരു സ്ഥലം കണ്ടിട്ടുണ്ട്. റോക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഇരുന്നിട്ടൊക്കെ കുറച്ച് ചില്ലിയാണെന്ന് തോന്നുന്നു. നല്ല ബീച്ചാണ്, നല്ല സ്മെൽ. ഞാനിപ്പോൾ അറ്റത്ത് നിൽക്കുകയാണ്, വള്ളത്തിൻ്റെ അറ്റത്ത്. ഗൈസ് അമ്മ ഇങ്ങോട്ടേക്ക് അച്ഛൻ. ഭയങ്കര വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല ടൈമാണിത് എക്സ്പോർട്ടല്ല ഗോൾവേക്ക് വരുന്നത്. ബോട്ടിൽ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല, എന്നാൽ വള്ളത്തിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റി. ചിലരൊക്കെ സ്വിമ്മിങ് ഒക്കെ പോകുന്നുണ്ട്. ഓ ഇത് ഭയങ്കര ക്ലിയർ. അമ്മ നോക്കമ്മ. ഞങ്ങളിപ്പോൾ വേറൊരു ബീച്ചിലാണ്. ബീച്ചല്ല, നമുക്ക് കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ, അതിൽ ഇറങ്ങാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. കുറേ നടക്കാനുണ്ട്, അപ്പോൾ നമുക്ക് നടന്നിട്ട് അവിടേക്ക് എത്താം. അത് കണ്ടില്ലേ, അവിടെ ഹൈ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ നമുക്ക് ഒരു പാറ പോലെയാണ്. അപ്പോൾ നമുക്ക് കയറി പോകണം. അതുമല്ല ഞങ്ങളിപ്പോൾ ഉള്ളത് തന്നെ മലൻ്റെ മുകളിലാണ്. അപ്പോൾ കഴിച്ച് നമ്മൾ തുടരുകയാണ്, നമ്മുടെ നടക്കൽ തുടങ്ങുകയാണ്. ഭയങ്കര ചൂടാണ്, അത് കാരണം ഞാൻ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഹാറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അന്ന് ഇട്ടിട്ടില്ല, കൊണ്ടുവരാൻ മറന്നുപോയി. നെക്സ്റ്റ് വർഷം നമ്മൾ വരുമ്പോൾ തന്നെ അതെടുത്തിട്ട് തന്നെ വരത്തുള്ളൂ, നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ. അപ്പോൾ ഗൈസ് നമുക്ക് മലൻ്റെ മേലെ കൂടെ പോവാം. ഗൈസ് ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഗൈസ് നമ്മളപ്പോൾ പോകുന്നത് കാണിക്കും ആ ഒരു ഭാഗത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. കാണുന്നുണ്ടോയെന്നറിയില്ല, എന്നാൽ ആൾക്കാരൊക്കെ നടക്കുന്ന ആ സ്ഥലത്തിൽ കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ ഗായ്സ് ഇത് ഒരു നല്ലൊരു ഫോട്ടോ എടുക്കുന്ന ഒരു പ്ലേസാണ്. സോ ഇതിൻ്റെ പേരാണ് ക്ലിഫ്സ് ഓഫ് മൊഹർ. അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പലരിലും ഞാൻ കാണാറുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പോകുകയാണ്. ക്യാസിൽ എത്തിയിട്ടുണ്ട്. അന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റത്തില്ല ഗൈസ്. അതുമല്ല, ഈ ഒരു സ്ഥലം എത്തിയ പാടെ ഭയങ്കര ഒരു കാറ്റാണ് വീശുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്നറിയില്ല, ഒരു കാറ്റ് വീശുകയാണെങ്കിൽ എൻ്റെ മുടിയൊക്കെ അങ്ങോട്ട് പറക്കും, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഇനിയും കാട്ടി മേലേക്ക് പോയെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റായിരിക്കും. അതുമല്ല, ഇവിടേക്ക് ഇതേപോലത്തെ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കെറിയിലായിരുന്നു. ഇതും അതേപോലത്തേക്ക് തന്നെ, എന്നാൽ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും മേലേക്ക് എത്തിയിട്ട് കാണിച്ചു തരാം. അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അവിടം വരെ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റിയില്ല. കാരണം അവിടെ നിന്ന് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറച്ചും കൂടി വാക്ക് ചെയ്യാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വർഷങ്ങളായിട്ട് അവർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം പാറകളല്ലേ, അത് കാരണം അത്ര ഈസി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അവർ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ആവുന്ന സമയത്ത് നമുക്ക് പറ്റുകയാണെങ്കിൽ വരാൻ പറ്റും. ഞങ്ങൾ പോകാൻ പോകണം വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.